എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിമല ആൻഡ് ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് എന്ത് എനർജിയിലാണെന്നുള്ളത് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് എന്ന് ഡിവൈൻ നിങ്ങൾ പറയുന്നത്. ഗോസിപ്പാണ്. അബണ്ടൻസ്, പാഷൻ, പെർഫെക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ പറയാൻ തോന്നുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊന്ന് പൂർത്തിയാക്കാനും പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളത് ചെയ്യുക. നന്നാകുന്നത് പിന്നീട് നമുക്ക് നന്നാക്കിക്കോളാം. നമ്മളത് അപ്പോൾ ഈ ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയമെടുക്കും. ചിലപ്പം ആ പെർഫെക്ഷനിസ്റ്റ് ആവുകൊണ്ട് ചിലപ്പോൾ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റൂല ഒരിക്കലും. അയ്യോ, ഇത് നമ്മളുടെ മനസ്സ് നമ്മളിങ്ങനെ പിറകെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പെർഫെക്ഷൻ നിങ്ങൾ നോക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഓവർ പെർഫെക്ഷൻ നോക്കി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലോക്കായി പോകും. പിന്നെ ഗോസിപ്പ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നേ ദിവസം ആരാണ് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഹൈ പ്രീസ്റ്റസും ഹൈറഫൻറ്റും വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കുറച്ചും കൂടെ എടുക്കാം. ഏഞ്ചലാണ് സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, നെസ്റ്റ് ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി. യങ്ങർ വുമൺ, ഡാർക്ക് വുമൺ, പീകോക്ക്, ബിവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ്, കപ്പ് വന്നിട്ടുണ്ട്. യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം, സ്റ്റോക്ക് മതി. വേൾഡ് കാർഡാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾ, ഹെർമിറ്റ്, ഏസ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ഡെത്ത്. ഏസ് ഓഫ് പെന്റക്കിൾ ആണ്. പല കാര്യങ്ങളിലും പുതിയ തുടക്കമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, കാരണം ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഗോസിപ്പ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഗോസിപ്പ് കേൾക്കുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി ആരെക്കുറിച്ച് ഒന്നും പറയണ്ട, പറഞ്ഞ ഒരു കർമ്മ എടുക്കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അത് ചിലർക്ക് മാത്രമാണ് കേട്ടോ അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. എൻഡ് ആകുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എൻഡായി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ടായിരിക്കും. അബണ്ടൻസ് വരുന്നുണ്ടായിരിക്കും. പിന്നെ കൃത്യമായിട്ട് അബണ്ടൻസ് എന്ന് പറയുന്ന കാർഡ് പോലും വന്നിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, അതൊന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകൾ മാറി പുതിയ തുടക്കം ഉണ്ടായി അബണ്ടൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അബണ്ടൻസ് എന്ന് പറയുന്ന കാർഡ് തന്നെ വന്നിട്ടുണ്ട്. വീണ്ടും വളരെ സന്തോഷം, എല്ലാവർക്കും അബണ്ടൻസ് ഉണ്ടാകട്ടെ, ധാരാളം പൈസ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അബണ്ടൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങൾ ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്നേ ദിവസം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും ഗോസിപ്പ് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും വഴി അറിയാൻ സാധ്യതയുണ്ട്.
പാഷനാണ്. പിന്നെ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ തുടക്കമുണ്ട്, എന്തായാലും അങ്ങനെ കാണുന്നുണ്ട്. സ്റ്റാറാണ്. അത് നിങ്ങൾ ഒരുപാട് കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്, ഒരുപാട് കാലം കൊണ്ട് നിങ്ങളത് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതൊരു പാഷനാണ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്നുള്ള ദിവസം. സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാർ അതാണ് പറയുന്നത്. പിന്നെ യങ്ങർ വുമൺ വന്നിട്ടുണ്ട്, ഡാർക്ക് വുമണും വന്നിട്ടുണ്ട്. അപ്പോൾ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ വുമൺ വന്നിട്ടുണ്ട്, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൻ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ ഓർ ഹെയർ. അപ്പോൾ എന്തായാലും നിങ്ങളെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഒരു ഡീലിങ്സ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ തന്നെ കാണുന്നുണ്ട്. പി കേക്കാണ്. അപ്പം നമുക്ക് ശരിക്കും ഓവറായിട്ടൊരു അഭിമാനം എന്നല്ല, ഓവറായിട്ട് നമുക്കൊരു ഞാൻ അങ്ങനത്തെ ഒരു ഭാവം വരരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും, കാരണം നമ്മൾ ഒരുപാട് സന്തോഷം ഇന്ന ദിവസം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഞാനെന്നുള്ളൊരു ഭാവം വരാൻ സാധ്യതയുണ്ട്. അത് വരണ്ടെന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആൻഡ് ഇമോഷണലി സെക്യൂർഡ് ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ്. ഏഞ്ചലാണ്. സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട്, നിങ്ങളെ മറ്റൊരാളിനും നശിപ്പിക്കാൻ പറ്റൂല എന്ന് കാണുന്നുണ്ട്. കാരണം ഇതിൽ ഹയർഫൻറ്റും ഹൈ പ്രീസ്റ്റസും ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും സ്പിരിച്വൽ കാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും കണക്ഷൻ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്നും നിങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ വന്നല്ലോ. ചാരിയറ്റാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടെന്ന് കാണുന്നുണ്ട്. ഈ ചാരിയറ്റ് ഇതിലെ ഇത് നിങ്ങളുടെ ഒരു ലൈറ്റ് സൈഡും ഒരു ഡാർക്ക് സൈഡും ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആ ഒരു കാര്യം ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം, ശരിക്കും വിഷമമായിട്ട് കിടക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഹീൽ ചെയ്യണം എന്ന് കാണുന്നുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരുള്ളൂ എന്നും കാണുന്നുണ്ട്. പിന്നെ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. എല്ലാവരും നിങ്ങളെ ഒരു പണ്ടത്തെ പോലെ അല്ല, എല്ലാവരും വളരെ സ്നേഹത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. പണ്ട് ഒഴിവാക്കി വിട്ട ആൾക്കാർ അല്ലെങ്കിൽ പണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെയും ഇപ്പോൾ നിങ്ങളുടെ ഒന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. അതൊക്കെ സെൽഫ് ലവ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ, നമ്മളെല്ലാവരും അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് സോർട്സ് ആണ്. വേറെ ഒരു 6 ഓഫ് സോർട്സും വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും കുറേയധികം പേരും ഇന്നൊരു ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ചിലർ വേറെ രാജ്യത്തേക്കാണ്, ചിലർ നമ്മളുടെ രാജ്യത്തു നിന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതോ സ്ഥലത്തേക്കാണ്. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വീട് മാറുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് മാറുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. ട്രാവലുണ്ടെന്ന് എന്തെങ്കിലും കുറേയധികം ആൾക്കാർക്കും ട്രാവൽ കാണുന്നുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ വേൾഡ് കാർഡ് ഫുൾഫിൽമെൻ്റ് ആണ്. വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ എനർജി ഇന്നേ ദിവസം. നിങ്ങൾക്ക് വിഷമമൊന്നും ഏറെക്കുറെ ആൾക്കാർക്കും വലിയ വിഷമമൊന്നുമില്ല. കാരണം പ്രതീക്ഷയുണ്ട്, പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങളുണ്ട്, അതിൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അബണ്ടൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പാഷനാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഏറ്റവും സന്തോഷിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിരിക്കും കേട്ടോ. എന്തോ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങിയപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തുറന്നു പോകണമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ളതും ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൽ ഒരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ, ഇതിൽ ന്യൂസ് ഫോർ എ
ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓർ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഒരു പുതിയ എന്തോ ഒരു കാര്യം ഇന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. സോറി, ഈ കാർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തോ ഒരു കാര്യം ഇന്ന് പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നുണ്ട്. അപ്പം ആരെങ്കിലും വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് ചെയ്യണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ നല്ലതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും മോശം ക്രിറ്റിസിസം വന്നാൽ പോലും അത് നമ്മളെ ബോൾഡാക്കും. ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മളെ കേൾക്കുന്നത്, പക്ഷെ അത് നമ്മളെ ബോൾഡാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് ക്രിറ്റിസിസം നല്ലതായാലും മോശമായാലും അത് അക്സെപ്റ്റ് ചെയ്യുക. അത് മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് പറയുന്നതാണെന്ന് വിചാരിക്കുക, മോശം പറഞ്ഞാൽ. പിന്നെ നല്ല കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ ഈഗോ ഉണ്ടാകരുത് എന്നും വന്നിട്ടുണ്ട്. ചിലപ്പം വളരെയധികം സന്തോഷവും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നമ്മളുടെ കിട്ടുമ്പോൾ നമുക്കൊരു ഈഗോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഈഗോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ആ 2 മെസ്സേജും കൂടി പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. എത്രയും നെഗറ്റീവ് സാഹചര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കുക. എത്ര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വന്നാലും അപ്പോൾ വിചാരിക്കുക ഇതിനേക്കാളും ഇതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നത് നമ്മൾ ഇത്ര എത്തിയതാണ്, പിന്നെ ഇതാണോ എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ അത് ഒഴുക്കിനൊത്ത് ആ ഒഴുക്കിൽ ചാടി അതിനകത്ത് നീന്തി പോകരുത്. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിൽ അങ്ങ് മുങ്ങിത്താണ് പോകരുത്. അതിനൊന്ന് കരകയറാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കുക എപ്പോഴും ഈ ഒരു സെൻറ്റൻസ് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഇതിൻ്റെ അപ്പുറം വന്നിട്ടുള്ളതല്ലേ, അപ്പോഴൊക്കെ നമ്മളിത് ഓവർകം ചെയ്തില്ലേ, പിന്നെ എന്താണ്, ഇതും കഴിഞ്ഞു പോകും. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മളുടെ ഈ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കഴിഞ്ഞു പോകും. നമ്മൾ പാസ്റ്റിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മളുടെ പാസ്റ്റിൽ നോക്കുമ്പോൾ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അതങ്ങനെ തന്നെ പോകും. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.